ഗൈസ്, ഫഹദ് ഫാസിൽ നായകനാവുന്ന ആവേശം സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. സോ ആവേശത്തോടു കൂടി നമുക്ക് ആ ട്രെയിലർ കാണാം. സോ എന്തായാലും ഫാഫയുടെ ഒരു കിടിലൻ തിരിച്ചറിവ്, അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ്, അത് പേര് കേൾക്കുമ്പോൾ തന്നെ വേറെ ലെവൽ വൈബാണ്. സോ എന്തായാലും രോമാഞ്ചത്തിന്റെ സംവിധായകനുമാണെന്നാണ് കേട്ടിട്ടുള്ളത്. സോ നമുക്ക് സമയം കളയാതെ നേരെ ആ ഒരു ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം ഗൈസ്. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഓക്കെ ചേട്ടാ, രംഗൻ എങ്ങനെയാ ഗൈസ്? ഇത് ഹിപ്സ്റ്റർ ആണോ? ആ മൂന്ന് പേര് ഓക്കെ, ഒരു വെയിറ്റ്. രംഗൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഫഹദിന്റെ ക്യാരക്ടറിന്റെ പേര് രംഗൻ എന്നാണ്. ഇത്ര സെറ്റപ്പ് ആയത് അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ ഓക്കെ, ഫ്ലാഷ് ബാക്ക്. പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. ഇത് ഹിപ്സ്റ്റർ. എന്റെ മോന്, പുള്ളി എന്തോ പഠിക്കാൻ പോയി എന്നൊക്കെ അല്ലേ പറഞ്ഞേ? അല്ലേ? എന്റെ മോന് ഹിപ്സ്റ്റർ. ഓ മൈ ഗുഡ്നസ്. ഞാൻ കുറെ കാലമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു പുള്ളി എന്തായിരിക്കും, മീൻസ് ഇതിലൊന്നും വരാണ്ടിരുന്നേന്ന്. ഞാൻ ഇങ്ങനെ കുറെ കാലം ആലോചിച്ചു. ഇത്രയും വലിയ യൂട്യൂബ് ചാനലൊക്കെ മിസ് ചെയ്തിട്ട് അപ്പൊ ഇതായിരുന്നല്ലേ ആ സംഭവം. എന്റെ മോനെ ഹിപ്സ്റ്റർ ഒക്കെ. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്. ഡയറക്ടർ ഓഫ് രോമാഞ്ചം. വിളയാട്ടാണല്ലോ ഗൈസ്. ഈ ഡ്രസ്സ് രോമാഞ്ചത്തിൽ മറ്റേ നമ്മളെ ചെമ്പൻ വിനോദ് ഇട്ട പോലത്തെ ഡ്രസ്സാണ്. സോ ആരോ എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ കഥ അങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇത് രംഗൻ എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. സോ സീൻ. ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എന്താ മോനെ, ഏതാ ചിരിയില്ലേ? ആകാശിൽ ഒരു രക്ഷയില്ല ഗൈസ്. ഏതാ ചിരി? ഓ പുള്ളിയൊക്കെ ഉണ്ടോ? ചെറിയ ഒരു രക്ഷയില്ല. കുറെ ഫ്രെയിമിൽ, ടീസറിൽ തന്നെ ഇത്രയും ഫ്രെയിമിലുണ്ടെങ്കിൽ സിനിമ ഉടനീളം ഉണ്ട് തന്നെ അർത്ഥം. രക്ഷയില്ല ഗൈസ്, സാധനം പൊളി. ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും. എന്റെ മോന്, എനിക്ക് കയ്യല ആവേശം. ഒരു രക്ഷയില്ല ഗൈസ്. പൊളിച്ച് ഇത് ഓക്കെ. ഞാൻ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കി ആയാലും കുറച്ച് കണ്ടയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പുള്ളി വേറെ വൈബാണ് നമുക്കറിയാലോ. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഹിപ്സ്റ്റർ. മീൻസ് നമ്മൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളായോണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ ആ ഒരു സംഭവം ഇങ്ങനെ കയറി വന്നത്. സോ എന്തായാലും നമുക്ക് ഫഹദ് ഫാസിലിനെ പറ്റി നമ്മളൊന്നും എടുത്തു പറയാൻ ആളൊന്നുമല്ല. പക്ഷെ എമ്മാര് രസമാണ് ഗൈസ്. ആ ഒരു കംപ്ലീറ്റ്ലി ഒരു വേറെ മൂഡ് പടം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ട്രെയിലർ ഡീകോഡിങ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തണം. ട്രെയിലർ ഡീകോഡിങ് ചെയ്യണോ? വേണമെങ്കിൽ ചെയ്യാം ഗൈസ്. മീൻസ് ഇത് ഇപ്പോൾ ഒരു മൂന്ന് വിദ്യാർത്ഥികളെ അവരുടെ എന്തെങ്കിലും കോളേജിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലൂടെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. നമുക്ക് പ്രോപ്പർ ഒരു ഡീകോഡിങ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്താം. എന്തായാലും ഹിപ്സ്റ്ററിനെ കണ്ട് ഞാൻ ട്രെയിലറിന്റെ ഫസ്റ്റ് തന്നെ ഞെട്ടിയതാണ്. ഒരു രക്ഷയില്ല. സോ പിന്നെ ഫാഫയുടെ ഒന്നും നമ്മൾ എടുത്തു വരേണ്ട ആവശ്യമില്ല. പിന്നെ ആവേശത്തിൽ ആ പുള്ളിയാണ് ആ ഒരു നരേഷൻ ചെയ്തിരിക്കുന്നത്. സോ രസമുണ്ട്. കംപ്ലീറ്റ്ലി ഒരു വേറൊരു വൈബ് പടമായിരിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. സോ എന്തായാലും ഒരു കിട്ടില്ല സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ ഇപ്പോൾ മലൈക്കോട്ടെ വാലിബനൊക്കെ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നമ്മൾ പടം കാണാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. 4 ഹിപ്സ്റ്റർ.